പുഷ്പ 2 ചിത്രത്തിന്റെ പ്രദർശനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ പോലീസ് ചോദ്യം ചെയ്തു. രാവിലെ 11 മണിയോടെ ഹൈദരാബാദിലെ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് താരം ചോദ്യം ചെയ്യലിനായി എത്തിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ശില്പ ചേരുകയാണ്. ശില്പ, ഒരു താരത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിനായിട്ടുള്ള സുരക്ഷയൊക്കെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിനോട് അല്ലു പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിര കഴിഞ്ഞ ഈ മാസം ഡിസംബർ 4-നായിരുന്നു പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി മരിച്ചത്. സന്ധ്യ തിയേറ്ററിൽ, ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അല്ലു അർജുനെ ഇന്ന് ചോദ്യം ചെയ്യലിന് പോലീസ് വിളിപ്പിച്ചിരുന്നത്. അല്ലു അർജുൻ ഏകദേശം 11 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അല്ലു അർജുൻ കൃത്യമായ രീതിയിൽ പോലീസിനോട് പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതായത് പല ചോദ്യങ്ങളും പോലീസ് ചോദിച്ചതിൽ നിന്ന് അല്ലു അർജുൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതിൽ പ്രധാനമായും പോലീസ് ചോദിച്ചത് എന്തിനാണ് ഇത്തരത്തിലൊരു റോഡ് ഷോ നടത്തി തിയേറ്ററിലേക്ക് എത്തിയതെന്ന ചോദ്യത്തിന് അല്ലു അർജുൻ താൻ അത്തരത്തിലൊരു റോഡ് ഷോ നടത്തിയിട്ടില്ല എന്ന മറുപടിയാണ് നൽകിയത്. അതോടൊപ്പം തന്നെ സുപ്രധാനമായും ഉള്ളത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഈ അല്ലു അർജുന്റെ തന്നെ പേഴ്സണൽ സുരക്ഷാ വിങ്ങിലുള്ള ഉദ്യോഗസ്ഥർ ഈ തിയേറ്ററിനുള്ളിൽ വെച്ച് തന്നെ ഈ ആളുകളെ, ഈ തിരക്കിൽപ്പെട്ട ആളുകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം, ഈ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് എന്തിനാണ്, അത് തടയാതിരുന്നത് എന്താണെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് മുന്നിൽ അത് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് അല്ലു അർജുൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ കൃത്യമായും ഈ സംഭവം നടന്ന് ഈ സ്ത്രീ മരിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് താൻ ഈ വിവരം അറിയുന്നതെന്നാണ് അല്ലു അർജുൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായും ഈ സ്ത്രീ മരിച്ച ദിവസം തന്നെ, അപ്പോൾ തന്നെ പോലീസ് ഈ വിവരം, ACP അടക്കം ഈ വിവരം അല്ലു അർജുനെ അറിയിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പറയുന്നത്. അത്തരത്തിൽ കൃത്യമായ പ്രതികരണം അല്ലു അർജുൻ നടത്തിയിട്ടില്ല. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലു അർജുൻ നേരിടേണ്ടി വന്നിരുന്നത്. അല്ലു അർജുന്റെ വീടിന് നേരെ അടക്കം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഹൈദരാബാദിലെ അല്ലു അർജുന്റെ വസതിക്ക് മുന്നിൽ അരങ്ങേറിയ സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇപ്പോൾ പ്രധാനമായും അറിയാൻ കഴിയുന്നത് ഇനി പുഷ്പ 2 റിലീസ് നടത്തിയ സന്ധ്യ തിയേറ്ററിൽ എത്തിച്ച് അല്ലു അർജുനെ കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തും എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലാണെങ്കിൽ നേരിട്ട് അല്ലു അർജുനെ തിയേറ്ററിൽ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് അടക്കം ഉള്ള കാര്യങ്ങൾ ഇനി പുരോഗമിക്കുന്നത്. ശരി ശില്പ, വ്യക്തമാണ്. തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. ചോദ്യം ചെയ്യലോട് പൂർണ്ണമായും സഹകരിക്കാത്തൊരു നിലപാടാണ് അല്ലു സ്വീകരിച്ചത് മനസ്സിലാകുന്നു. ഇനി തെളിവെടുപ്പ് അടക്കം നടക്കാനുണ്ട്.